ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ ഉലുവ കഴിക്കേണ്ട ഉണ്ടാക്കലും കഴിക്കലൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യുക. ചിലർ മടിയായിട്ട് കഴിക്കില്ല, ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട്, മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അരയ്ക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ 200 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം കേട്ടോ. ഇത് രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കുതിർത്ത് വയ്ക്കാം. എപ്പോഴും മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ രാത്രി ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കാം. നട്ടുച്ചയ്ക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അത് ഒരു അന്ധവിശ്വാസമല്ല, അങ്ങനെ അത് നല്ലതാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഉലുവ മാത്രം അരിച്ചെടുക്കുക. വെള്ളം കളയണ്ട, വെള്ളം തലയിൽ തേക്കാൻ നല്ലതാണ്. ഇതെടുത്ത് വെച്ചാൽ തലയിൽ തേക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് 200 ഗ്രാം ഉലുവിലേക്ക് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ കട്ടിപ്പാലെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലോണം വെന്തുടഞ്ഞ് ഇങ്ങനെ ഉടഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നാളികേരപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക, അതിൽ വേവിക്കുക. ഇപ്പം എനിക്ക് ഉടയണ്ട, എനിക്ക് ഓരോ മണി പോലെ കിട്ടിയാൽ മതി. അത് കാരണം ഞാൻ ശർക്കര ഉരുക്കിയാലാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. വെന്ത് വരുമ്പോണ്ടല്ലോ ഉലുവ ശർക്കരയും നാളികേരപ്പാലൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ കയ്പ്പ് തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഇപ്പോൾ വീഡിയോ ഇരുന്നത്. അപ്പോഴേക്കും അതിൽ പകുതിയായിട്ടാണ്. കർക്കിടക മാസത്തേക്ക് ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ. അപ്പോഴേക്കും ഇപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് കഴിച്ചിട്ട് പകുതിയായിട്ടാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു വായിൽ ഇടുക കേട്ടോ. ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴാണ് ചെറിയൊരു കയ്പ്പ് വരിക. എന്നാലും നല്ലതാണ്, നമുക്ക് നടുവേദനയ്ക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഉലുവ. അപ്പോൾ എന്തായാലും ഈ വരുന്ന കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം. കുറേ മരുന്നുകൾ കഴിക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മരുന്നുകൾ പല ടേസ്റ്റാണല്ലോ. എനിക്ക് ആ കുറേ മരുന്നുകളോട് താല്പര്യമില്ല കേട്ടോ. ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഉരുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയത്. ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ലോണം വറ്റി വരട്ടെ. ഇത് മാത്രം മതി കേട്ടോ. ഉലുവ എപ്പോഴും നമുക്ക് നടുവേദനയ്ക്ക് നല്ലതാണ്, നമ്മൾ കഴിക്കണതും നല്ലതാണ്. വേറെ മരുന്നുകളൊന്നും ഇല്ലെങ്കിലും ഉലുവ മാത്രമായിട്ട് കഴിക്കാം. ഇത് വേണമെങ്കിൽ അരച്ചിട്ടും മിക്സ് ആക്കട്ടോ. ഞാനിപ്പോൾ മണി പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക നാളികേരപ്പാൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഉലുവമ്മ, ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം, എന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഇത് വറ്റി വരട്ടെ കേട്ടോ. അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക. എന്തായാലും കർക്കിടക മാസത്തിൽ പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കർക്കിടക മാസത്തിൽ നമ്മൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറച്ച് തടിയില്ലാത്തവർക്ക് തടി വയ്ക്കാനും കളറില്ലാത്തവർക്ക് കളർ വയ്ക്കാനും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം കേട്ടോ. എന്തായാലും അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ കാണിക്കാം. പിന്നെ നല്ല സുന്ദരികളും സുന്ദരന്മാരും ആയി കേട്ടോ. എന്തായാലും നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല ഭംഗിയൊക്കെ വയ്ക്കും. അപ്പോൾ ഇത് വറ്റി വരട്ടെ. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ല തണുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ചോക്ലേറ്റ് പോലെ കേട്ടോ, നല്ല ബലം പിടിച്ചിട്ട്. അപ്പോൾ ഇത് വായിലിടുമ്പോൾ ആ നാളികേരപ്പാൽ ഇങ്ങനെ നാളികേരപ്പാലിൻ്റെ ഒക്കെ നല്ലൊരു മണം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. തണുക്കുമ്പോൾ പാത്രത്തിലേക്ക് വയ്ക്കുക. ഇപ്പോൾ കർക്കിടക മാസത്തിലേക്ക് ഞാൻ ഉണ്ടാക്കിയാണ്, പക്ഷേ അതിപ്പോൾ പകുതി ആയിട്ടാണ്. ഇന്നലെ തൊട്ട് കഴിച്ചു തുടങ്ങി ഓരോരുത്തർ. മക്കളൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.